ആരായാലും പിശുക്ക് കാണിക്കുന്നതിന് ഒരു പരിധി വേണം. പക്ഷെ ഇദ്ദേഹം അളവിൽ കൂടുതൽ പിശുക്കനായിരിക്കുന്നു. എത്രത്തോളമാണെന്ന് വെച്ചാൽ ജനിച്ചതു മുതൽ അയാൾ ആവശ്യമില്ലാതെ കാശ് ചിലവാക്കിയിട്ടേ ഇല്ല. എല്ലാം ഫ്രീ ആയി കഴിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇദ്ദേഹം അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ അച്ഛൻ പരിധിയില്ലാതെ കാശ് ചെലവാക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന അമ്മ വയറ്റിലുള്ള അദ്ദേഹത്തോട് നിന്റെ അച്ഛനെ പോലെ ആവരുതെന്ന് പറഞ്ഞു വളർത്തുന്നു. അത് കേട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ മുതൽ പിശുക്കനായാണ് വളർന്നത്. കുഞ്ഞായിരുന്നപ്പോൾ പേസ്റ്റ് സിങ്കിൽ വീണപ്പോൾ അതിനുള്ളിലേക്ക് ബ്രഷ് ഇട്ട് ആ പേസ്റ്റ് തന്നെ എടുത്ത് യൂസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ചുകൂടി വളർന്നപ്പോൾ ആദ്യമായി തന്റെ ഗേൾഫ്രണ്ടിനെ സിനിമയ്ക്ക് കൊണ്ടുവരുന്നു. ഇവൻ എങ്ങനെയാണ് കാശ് ചെലവാക്കുന്നതെന്ന് നോക്കുമ്പോൾ അവിടെ പോയി തിയേറ്ററിൽ കയറിയാൽ കാശാവുമെന്ന് പറഞ്ഞ് പുറത്ത് സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിലർ അവിടെ ഇരുന്ന് 2.5 മണിക്കൂർ കാണുന്നു. അവിടെ ഇരുന്ന് കഴിച്ച സ്നാക്സ് പോലും ഗേൾഫ്രണ്ട് ആണ് വാങ്ങിയത്. കുറച്ചുകൂടി വളർന്നിട്ടും അദ്ദേഹത്തിന്റെ പിശുക്ക് കുറയാതെ കോളേജ് ടൈമിൽ ഫ്രീ ആയി കിട്ടിയ ഒരു സാധനം യൂസ് ചെയ്ത് വലിയൊരു പ്രശ്നത്തിൽ പെടുന്നു. എന്നോ ഒരിക്കൽ അദ്ദേഹം ചെയ്ത ആ തെറ്റ് 18 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മകൾ എന്ന പേരിൽ വീട്ടിലേക്ക് വരുന്നു. അത് കേട്ട് അദ്ദേഹത്തിന്റെ തലയിൽ അടിയേറ്റതുപോലെ നിൽക്കുന്നു. കാരണം കല്യാണം കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി കാശ് ചെലവാകുമെന്ന് പറഞ്ഞ് ബാച്ചിലറായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നാൽ പോലും കൂപ്പൺ യൂസ് ചെയ്ത് ഫ്രീ തിങ്സ് ആണ് വാങ്ങുന്നത്. ബസ്സിൽ വന്നാൽ കാശാവുമെന്ന് ചിന്തിച്ച് അതും കൊണ്ട് നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത്. രാത്രി വീടിനകത്ത് ലൈറ്റ് ഓൺ ചെയ്താൽ കറണ്ട് ബിൽ ആവുമെന്ന് ചിന്തിച്ച് എപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്യുമെന്ന് കാത്തുനിന്ന് ആ വെട്ടത്തിലാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഒരു പെണ്ണിന് ഇഷ്ടമായി ഡിന്നറിന് വിളിക്കുന്നു. അദ്ദേഹം അവൾക്കൊപ്പം ഡിന്നറിന് പോകുന്നു. അവിടെ പോകുമ്പോൾ അവൾ കുറെ ഫുഡ് കഴിച്ച് ബില്ല് കൂട്ടി വെച്ചിരിക്കുന്നു. പക്ഷേ ബില്ല് കൊണ്ടുവരുന്ന നേരം നോക്കി ബാത്റൂമിലേക്ക് പോകുന്നതായി കള്ളം പറഞ്ഞ് ഫയർ അലാം ആക്ടിവേറ്റ് ആക്കുന്നു. അതുകൊണ്ട് തീ പിടിച്ചെന്ന് വിചാരിച്ച് എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഓടുന്നു. ആ ഗ്യാപ്പിൽ ഇയാളും ബില്ലടയ്ക്കാതെ പുറത്തു വരുന്നു. ഇത്രത്തോളം പിശുക്കനായ ഇയാൾ കോളേജ് കാലത്ത് ഫ്രീ ആയി കിട്ടിയ ഒരു സാധനം യൂസ് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് അയാളുടെ മകളെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നിരിക്കുന്നു. തുടക്കത്തിൽ ഇദ്ദേഹത്തിന്റെ റൂൾസ് എല്ലാം അവൾക്ക് വിചിത്രമായി തോന്നുന്നു. പോകെ പോകെ അവൾക്കത് ശീലമാവുന്നു. അവസാനം തന്റെ മകൾക്കുള്ള രോഗം അവളുടെ അമ്മയിൽ നിന്ന് മനസ്സിലാക്കിയതും അയാൾ തകർന്നു പോകുന്നു. അങ്ങനെ അയാൾ തന്റെ മകൾക്കായി എല്ലാം കുറച്ചു കുറച്ചായി ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു.